സ്തുതിയായിരിക്കട്ടെ. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 13-ാം തിരുവചനം പറയുന്നു, നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്, നിങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങുവിൻ. ഈശോയുടെ ഏറ്റവും സ്നേഹമുള്ളവരെ, ലൂക്കാസ് സുവിശേഷം 3-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ സ്നാപക യോഹന്നാന്റെ പ്രഭാഷണത്തിലും സ്നാപകൻ ഇതുതന്നെയാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. സ്നാപക യോഹന്നാൻ പറയുന്നു, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. സ്നാപക യോഹന്നാൻ ആരായിരുന്നെന്ന് നമുക്കറിയാം. ഈശോയ്ക്ക് മുമ്പേ വന്നവൻ, ഈശോയ്ക്ക് വേണ്ടി വഴിയൊരുക്കാൻ വന്നവൻ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാഭിഷേകം കൊണ്ട് നിറഞ്ഞവൻ. ആ സ്നാപക യോഹന്നാനാണ് ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത്, മാനസാന്തരപ്പെടുവിൻ. വൃക്ഷങ്ങളുടെ കടയ്ക്കൽ കോടാലി വെച്ച് കഴിഞ്ഞു, നല്ല ഫലം കാക്കുന്ന വൃക്ഷങ്ങളായി മാറുവിൻ. ബൈബിളിൽ ഒരുപാട് വ്യക്തിത്വങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ സാമീപ്യം കൊണ്ടും സ്പർശനം കൊണ്ടും വചനം കൊണ്ടും മാറ്റം വന്നവര്. സമരിയാക്കാരി സ്ത്രീ മുതൽ ഗാഗുൽത്തായിൽ ഈശോടൊപ്പം ഉണ്ടായിരുന്ന നല്ല കള്ളൻ വരെ അതിൽപ്പെടും. ഇതിലേറ്റവും ഹൃദയസ്പർശിയായും അനുഭവമായും എനിക്ക് തോന്നിയിട്ടുള്ളത് സക്കേവൂസിനെയാണ്. സക്കേവൂസിനെ കുറിച്ച് വചനം പറയുന്നത്, അവൻ ചുങ്കക്കാരനായിരുന്നു, അവന് പൊക്കം കുറവായിരുന്നു എന്നാണ്. പൊക്കം കുറവെന്നതുകൊണ്ട് അവന്റെ ശാരീരികമായ പൊക്കത്തെയല്ല, അവന്റെ ആത്മീയമായ അന്ധതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ആ മനുഷ്യൻ മനസ്സിൽ മാറ്റം വരുത്തി യേശുവിനെ തന്റെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഒന്ന് കാണാൻ ആഗ്രഹിച്ചവന്റെ കൂടെ വസിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. അതെ, നമ്മുടെ കൂടെ വസിക്കുന്നവനാണ് നമ്മുടെ തമ്പുരാൻ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവൻ. ബൈബിളിൽ ശക്തമായ വാഗ്ദാനത്തിന്റെ കരുതലിന്റെ ഒരു വചനമുണ്ട്, നിങ്ങൾ എന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 21-ാം തിരുവചനവും ഇത് തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരിച്ചെടിയായിട്ടാണ് ഞാൻ നിന്നെ നട്ടത്, പിന്നെ നീ എങ്ങനെ ദുഷിച്ച് കാട്ടുമുന്തിരിയായി തീർന്നു. നാം പാപം ചെയ്ത് ഈശോയിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഗാഗുൽത്തായിലേക്ക് അവിടുന്ന് നടന്നു കയറിയപ്പോൾ അനുഭവിച്ച വേദനയെക്കാളും പ്രഹരത്തെക്കാളും വേദനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വചനം പറയുന്നത്, അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. ഒരിക്കൽ ഒരു മനുഷ്യൻ, ഒരു സമ്പന്നനായ മനുഷ്യൻ തന്റെ സുഹൃത്തിനോട് ചോദിച്ചു, ഈ ലോകത്ത് ഞാൻ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ട്, എന്നാൽ ഈ ലോകം വിട്ട് ഞാൻ സ്വർഗം ലക്ഷ്യമാക്കി പോകുമ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ ഞാൻ എന്താണ് സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എന്താണ് കരുതി വെക്കേണ്ടത്? അദ്ദേഹത്തിന്റെ ചോദ്യം കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മസുഹൃത്ത് ഉത്തരമായി പറഞ്ഞത് ഇങ്ങനെയാണ്, താങ്കൾ ഒരുപാട് രാജ്യങ്ങളിൽ ടൂർ പോകുന്ന ആളല്ലേ, അവിടെയെല്ലാം പോകുമ്പോൾ താങ്കൾ എങ്ങനെയാണ് പണം വിനിയോഗിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഓരോ രാജ്യങ്ങളിലും ഞാൻ പോകുമ്പോൾ നമ്മുടെ പണം അവിടെ ഉപയോഗിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവിടുത്തെ കറൻസികളായി നമ്മുടെ പണത്തെ മാറ്റിയാണ് ഞാൻ പോകാറ്. ഇത് കേട്ട് സുഹൃത്ത് പറഞ്ഞു, അത് തന്നെയാണ് അങ്ങ് ചെയ്യേണ്ടത്. അങ്ങ് മരിച്ച് ഈ ലോകം വിട്ടു പോകുമ്പോൾ സ്വർഗത്തെയാണ് ലക്ഷ്യമാക്കുന്നതെങ്കിൽ അവിടെ ചെലവാകുന്ന കറൻസികളുണ്ട്, അത് ഈ ലോകത്ത് നാം ചെയ്യുന്ന നന്മയുടെ, കാരുണ്യ പ്രവൃത്തികളുടെ, സ്നേഹത്തിന്റെ കറൻസികളാണ്. അത് ശേഖരിക്കാൻ നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, ഈ നോമ്പുകാലത്തില് നമുക്കും ഇതുപോലെ തന്നെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രവർത്തിക്കാം. ഈ നോമ്പുകാലം ഏറ്റവും ഫലദായകമാക്കാം. ഉള്ളതിൽ നിന്ന് ഇല്ലാത്തവന് പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും വരാൻ പോകുന്ന ഈസ്റ്ററിന്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുന്നു. ഒപ്പം ഈ ലോകം ഇന്ന് കടന്നു പോകുന്നത് സാത്താന്റെ പിണിയിലൂടെയാണ്. നമുക്ക് ചുറ്റും കാണുന്ന അനുഭവങ്ങള്, കാഴ്ചകൾ, അതാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വിശുദ്ധ ലിഖിതം പറയുന്നുണ്ട്, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോകുകയില്ല. ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സിന്റെ നവീകരണത്തിനും ഒപ്പം ഒരാത്മാവിന്റെ രക്ഷയ്ക്കുമായിട്ട് ഈ നോമ്പുകാലത്തെ നമുക്ക് ഉപയോഗപ്പെടുത്താം. എല്ലാവർക്കും വരാൻ പോകുന്ന ഈസ്റ്ററിന്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുന്നു. ഹാപ്പി ഈസ്റ്റർ.